ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വാഴക്കൂമ്പ് തോരൻ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഴപ്പഴത്തേക്കാൾ ആരോഗ്യ ഗുണങ്ങളുണ്ട് വാഴക്കൂമ്പിന്. കേരളത്തിലെ മിക്ക വീടുകളിലും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വാഴക്കൂമ്പ്. കറചൊവി ഇല്ലാതെ എങ്ങനെ രുചിയോടുകൂടെ കറി വെക്കാമെന്ന് നമുക്ക് നോക്കാം. വാഴക്കൂമ്പ് നല്ല വൃത്തിയായി കഴുകിയെടുക്കുക. അതിൻ്റെ പൊക്കത്തിലുള്ള കുറേ പോളയൊക്കെ പൊളിച്ച് കളയണം. എന്നതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ചെറുതാക്കി അരിഞ്ഞു വെച്ച് വാഴക്കൂമ്പിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് തിരുമ്മി കൊടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. 2 സെക്കൻഡിന് ശേഷം അത് ഒന്നുകൂടെ പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ലപോലെ വെള്ളം വരും. അതായത് അതിൻ്റെ കറ വെള്ളമാണ്. അത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തതാണ്. നല്ലപോലെ മുറുക്കെ പിഴിഞ്ഞ് കളയണം, എന്നാലേ കറ പോവുള്ളൂ. ആ കറയുള്ളത് കൊണ്ടാണ് വാഴക്കൂമ്പ് തോരൻ എപ്പോഴും കയ്പ്പ് വരുന്നത്. നല്ല രുചിയും ഒപ്പം ഔഷധ ഗുണങ്ങളേറെയുള്ള ഒരു തോരൻ കറിയാണ് വാഴക്കൂമ്പ് തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മൺചട്ടിയിലുണ്ടാകുന്ന കറിക്ക് ഒന്നുകൂടെ രുചി കൂടും. അപ്പോൾ ഡബിൾ രുചിയായി. വൃത്തിയാക്കിയ ഒരു മൺചട്ടി സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ എണ്ണ ധാരാളം മതിയാകും. അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് മഞ്ഞളും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഒന്നുകൂടെ വഴണ്ടതിന് ശേഷം അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂമ്പിട്ട് കൊടുക്കുക. കൂമ്പിട്ട് ഒന്ന് ഇളക്കിയ ശേഷം അല്പം തേങ്ങയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാതെയാണ് വേവിക്കുന്നത്. ഉപ്പിടേണ്ട ആവശ്യമേ ഇല്ല. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് തിരുമിയതാണ്. അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യം ഇല്ല. മുമ്പ് അരിഞ്ഞു വെച്ചത് കട്ട പിടിച്ചതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് ഉതിർത്തി കൊടുക്കണം. എല്ലാം വേറെ വേറെ ആക്കി കൊടുക്കണം. എന്നതിന് ശേഷം തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെക്കുക. അടച്ചു വെച്ച് അവിടെ ഇരുന്ന് വേകണം. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മൺചട്ടി ആയതുകൊണ്ട് സാവധാനം അവിടെ ഇരുന്ന് വെന്തോളും. അടിയിൽ പിടിക്കുകയൊന്നുമില്ല. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വയറ് സംബന്ധമായ ഒരുവിധ അസുഖത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് കൂമ്പ് തോരൻ എന്ന് എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് വേണം ഈ തോരൻ തയ്യാറാകാൻ. പിന്നെ മൺചട്ടിയുടെ ചൂടുകൊണ്ട് അവിടെ ഇരുന്ന് വെന്തോളും. ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കുകയൊന്നുമില്ല. അടപ്പൊക്കെ തുറന്ന് നോക്കണം. ഇടയ്ക്ക് കരിഞ്ഞൊന്നും പോകാനേ പാടില്ല. നാടൻ ഏത്തവാഴയുടെ കൂമ്പാണിത്. അപ്പോൾ രുചിയേറിയ നമ്മളുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായി എന്ന് പറയാം. നല്ല നാടൻ വിഭവങ്ങൾ നാടൻ രീതിയിൽ വെക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വാഴക്കൂമ്പ് തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.